ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീരാമദേവൻ്റെയും സീതാദേവിയുടെയും മറ്റു സഹോദരന്മാരുടെയും വിവാഹം കഴിഞ്ഞു. അവർ അയോധ്യയിലേക്ക് പുറപ്പെടാൻ പോവുകയാണ്. എല്ലാവരും രഥത്തിൽ കയറി. വസിഷ്ഠനും ദിവ്യരഥത്തിൽ കയറി. ദശരഥൻ നാലുപാടും അശുഭലക്ഷണങ്ങൾ കണ്ടു. വസിഷ്ഠനോട് പറഞ്ഞു, മഹർഷേ, നാലുപാടും ദുശകുനങ്ങളാണല്ലോ. ഉടനെ വസിഷ്ഠൻ സമാധാനിപ്പിച്ചു, ഈ 4 പുത്രന്മാരുള്ളപ്പോൾ ആരാണ് അവിടുത്തേക്ക് അമംഗളം വരുത്തുന്നത്? വാദ്യങ്ങളുടെ ശബ്ദം ആകാശത്തിൽ മുഴങ്ങി. പരശുരാമൻ്റെ മനസ്സിലപ്പോൾ ഭയം വളർന്നു. മിഥിലയിൽ എന്താണ് വാദ്യങ്ങൾ മുഴങ്ങുന്നത്? ആരോ സീതയെ വേളി കഴിച്ചു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഈ വാദ്യമേളങ്ങളൊക്കെ കേൾക്കുന്നത് എന്ന് ആലോചിച്ചു. ഈ സമയം വധൂവരന്മാരുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ജനകൻ മകൾക്ക് ലക്ഷം ചുംബനങ്ങൾ നൽകി, ധാരാളം സമ്മാനങ്ങൾ നൽകി. എന്നിട്ട് സ്നേഹപൂർവ്വം മകളോട് പറഞ്ഞു, വളരെ ക്ലേശങ്ങൾ സഹിച്ചാണ് ഞാൻ നിന്നെ വളർത്തിയത്. മിഥിലയെക്കുറിച്ച് എപ്പോഴും ഓർമ്മ വേണം. ഭർത്തൃപിതാവിൻ്റെയും മാതാവിൻ്റെയും അടുത്ത് എപ്പോഴും സ്നേഹവതിയായിരിക്കണം. ആരോടും രാഗദ്വേഷങ്ങളോ അസൂയയോ പാടില്ല. വിധിവശാൽ വരുന്ന ഒന്നിനെയും സുഖമായോ ദുഃഖമായോ കാണരുത്. ഒരു കാലത്തും ഭർത്തൃശുശ്രൂഷണം ഉപേക്ഷിക്കരുത്. അപ്പോൾ ആശ്രിതരൊക്കെ വന്നു. അവരൊക്കെ കരയുകയാണ്. ജാനകി ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കരയുന്നത്. അവർക്കെല്ലാവർക്കും ധാരാളം സമ്മാനങ്ങൾ ദേവി കൊടുക്കുന്നു. ഈ സമയത്ത് മഴ ഓങ്ങിക്കൊണ്ട് നിൽക്കൂ നിൽക്കൂ എന്ന് കയർത്തുകൊണ്ട് പരശുരാമൻ അവിടേക്ക് എത്തി. വാളും പരിചയും വില്ലും അമ്പും ശരീരത്തിൽ ബന്ധിച്ചുകൊണ്ട് ഭയാനക വേഷത്തിൽ ഭാർഗവൻ വന്നു നിന്നു. ദശരഥൻ ആ ഭയാനക രൂപം കണ്ടു വിറച്ചു. ദശരഥൻ മുനിയുടെ പാദങ്ങളിൽ വണങ്ങി. മുനി അപ്പോൾ ചോദിച്ചു, ദശരഥ പറയൂ, ആരാണ് ജനക രാജധാനിയിലെ ചാപം മുറിച്ചത്? ഉടനെ ദശരഥൻ പറഞ്ഞു, എൻ്റെ മകൻ രാമൻ. ഞാൻ കിട്ടുമ്പോൾ വില്ല് ഒടിഞ്ഞു പോയതാണ്. മുനിക്ക് കോപം ഇരട്ടിച്ചു. എൻ്റെ പേര് തന്നെ ഇട്ടു മകന് അല്ലേ? പരശുരാമൻ എന്ന പേര് പ്രസിദ്ധമല്ലേ? എന്നിട്ടും രാമൻ എന്ന് മകന് പേരിട്ടു. ഇത് കേട്ടപ്പോൾ രാമൻ പറഞ്ഞു, തപസ്വി ബ്രാഹ്മണോത്തമ, തെറ്റ് പൊറുക്കണം. പരശുരാമന് കോപം ഇരട്ടിച്ചു. കണ്ണു ചുവന്നു. അവജ്ഞയോടാണല്ലോ തപസ്വി ബ്രാഹ്മണ എന്ന് വിളിച്ചത്. 21 പ്രാവശ്യം ക്ഷത്രിയ വംശം മുടിച്ചവനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെയാണ് തപസ്വി ബ്രാഹ്മണ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത്. എൻ്റെ ഗുരുവിൻ്റെ വില്ല് ഒടിച്ചതിന് നിന്നെ വധിച്ച് ഞാൻ പ്രതികാരം ചെയ്യും. രാജാവ് വിറച്ചുകൊണ്ട് അപേക്ഷിച്ചു, മഹാവീര, ബാലകൻ അറിയാതെ ചെയ്തു പോയ തെറ്റ് പൊറുക്കുമാറാകണം. ഇത് കേട്ട് ലക്ഷ്മണൻ കോപിച്ചു. ലക്ഷ്മണൻ കോപത്തോട് ഇടപെട്ടു. പറഞ്ഞു നിൽക്കുന്നത് എന്തിന്? വീരന്മാരുടെ പ്രവൃത്തി ആരംഭിക്കാം. താങ്കൾ വലിയ മേനി പറഞ്ഞല്ലോ ക്ഷത്രിയന്മാരെ നശിപ്പിച്ച കാര്യം. ആ സമയത്തൊന്നും രാമനും ലക്ഷ്മണനും ജനിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ വിശേഷമൊന്നും അറിയുകയില്ല. ലക്ഷ്മണൻ്റെ വാക്കുകേട്ട് കോപം പൂണ്ട പരശുരാമൻ പറഞ്ഞു, പഴയ വില്ലിൽ ഞാൻ കെട്ടിയപ്പോൾ ഒടിഞ്ഞുവെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇതാ എൻ്റെ വിൽ, ഇതിൽ ഞാനൊന്ന് കെട്ടിനോക്കുക എന്ന് പറഞ്ഞു. ശ്രീരാമൻ പരശുരാമനോട് പറഞ്ഞു, നോക്കൂ മുനിപുത്ര, ഞാൻ എന്തിനാണ് വില്ലു കുലച്ച് ഞാൻ കെട്ടുന്നത്? ഞാൻ വില്ലു കുലച്ചാൽ താങ്കളുടെ വില്ലും അമ്പും കൊണ്ട് തന്നെ
താങ്കളെ ഞാൻ സംഹരിക്കും. രാമൻ വീണ്ടും ലക്ഷ്മണനോട് ചോദിച്ചു, മുനി പറഞ്ഞതനുസരിച്ച് വില്ലു കുലയ്ക്കട്ടെ? ലക്ഷ്മണൻ മറുപടി പറഞ്ഞു, ജ്യേഷ്ഠ മഹാശയ, വില്ലു കുലച്ച് എല്ലാവരുടെയും ഭയം ഇല്ലായ്മ ചെയ്യണം. രാമൻ വില്ലു വളച്ചു, ഞാൺ കെട്ടി ടങ് എന്നൊരു ഞാണൊലി ഇട്ടു. അത് ആകാശത്തിൽ മാറ്റൊലി കൊണ്ടു. പാതാളത്തിൽ വാസുകിയും സ്വർഗത്തിൽ ദേവന്മാരും ഞെട്ടിവിറച്ചു. രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഞാനിതാ വില്ലു കുലച്ചു, ധൈര്യമായിരുന്നോളൂ. എന്നിട്ട് രാമൻ ചെറുതായി ചിരിച്ചു. എല്ലാവരും കാണുകെ വില്ലുയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, മുനി ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ താങ്കളെ വധിക്കുന്നില്ല. എൻ്റെ ബാണം വെറുതെ ആകാനും പറ്റില്ല. ഞാൻ എങ്ങോട്ടാണ് അമ്പ് അയക്കേണ്ടത്? വഴി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പരശുരാമൻ്റെ അഹങ്കാരം നശിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി സാക്ഷാൽ നാരായണനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. ഉടനെ പരശുരാമൻ പറയുകയാണ്, മനസ്സിലായി അങ്ങ് ആരാണെന്ന്. അതുകൊണ്ട് എൻ്റെ അഹങ്കാരം അങ്ങ് തീർത്തു. ധർമ്മത്തിലൂടെയാണ് സ്വർഗത്തിലെത്തേണ്ടത്. അതുകൊണ്ട് എൻ്റെ സ്വർഗപദം അങ്ങ് ഉപരോധിച്ചോളൂ എന്ന് പറഞ്ഞു. രാമൻ ഒരു ബാണമയച്ചു. പരശുരാമൻ്റെ സ്വർഗപദം ഉപരോധിച്ചു. ശ്രീ പരശുരാമൻ ശ്രീരാമനെ സ്തുതിച്ചു. മുനി നിത്യധാമത്തിൽ തപസ്സിനായി ഗമിച്ചു. കളവ് പോയ മുതൽ തിരികെ കിട്ടിയതുപോലെ ദശരഥൻ ആനന്ദിച്ചു. മകനേ മകനേ എന്ന് വിളിച്ചുകൊണ്ട് രാമനെ മടിയിലിരുത്തി ലക്ഷം ലക്ഷം ചുംബനങ്ങൾ നൽകി. രാജാവ് വസിഷ്ഠനോട് പറഞ്ഞു, മഹർഷേ, ഇനി വൈകണ്ട. രാമൻ പല്ലക്കിൽ കയറി വിവാഹഘോഷയാത്ര അയോധ്യയിലേക്ക് വേഗത്തിൽ നീങ്ങി. രാമൻ സിദ്ധാശ്രമം സന്ദർശിച്ചു. മുനീവരന്മാരെ നമസ്കരിച്ചു. മുനിപത്നിമാർ ശ്രീരാമനെ കാണാൻ വന്നു. സീതാരാമന്മാരെ കണ്ട് എല്ലാവർക്കും സന്തോഷമായി. അവർ പറഞ്ഞു, ഇവരുടെ അച്ഛനും അമ്മയും ധന്യരായി. ഗുണങ്ങളിൽ രാമനെ പോലെ തന്നെയാണ് സീതയും. അതീവ സന്തോഷത്തോടെ എല്ലാവരും സ്വദേശങ്ങളിൽ ചെന്നിറങ്ങി. അയോധ്യയിൽ സന്തോഷം എത്രയാണെന്ന് പറയാനാകില്ല. വൃദ്ധരും ബാലരും നാരിമാരും എല്ലാവരും ആനന്ദത്തിൽ ആറാടി. പല നിറത്തിലുള്ള കൊടികൾ പലയിടത്തും പാറിക്കളിച്ചു. കുലവധുക്കളും കുമാരിമാരും നിറദീപങ്ങളുമായി ഓരോ വീടിൻ്റെയും വാതുക്കൽ വന്നു നിന്ന് വരവേറ്റു. മാമ്പഴച്ച നിറച്ച സുവർണ കുംഭങ്ങൾ അർപ്പിച്ചു. വെറ്റിലപ്പാക്കും നാളികേരവും വാഴപ്പഴവും നൽകി. അജനന്ദനൻ ഗ്രാമപ്രദക്ഷിണം ചെയ്തു. ഗ്രാമഗോപുരത്തിൽ നിന്നും വാദ്യങ്ങൾ മുഴങ്ങി. 3 റാണിമാർ കൗസല്യയും കൈകേയിയും സുമിത്രയും 4 വധുക്കളെ എതിരേൽക്കാനായി വന്നു. പട്ടുടയാടകൾ അണിഞ്ഞ സ്ത്രീകൾ അകമ്പടിക്ക് വന്നു. ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. ജയഘോഷങ്ങൾ മുഴക്കി. എല്ലാവരും നൃത്തം ചെയ്തു. ആചാരമനുസരിച്ച് സുവർണ കലശങ്ങളുമായി 4 എതിരേറ്റു. അമ്മമാർ എളിയിൽ കലശവും ശിരസിൽ താലവുമേന്തി ശുഭമുഹൂർത്തത്തിൽ യുവറാണിമാരുടെ മുഖം കണ്ടു. ചന്ദ്രമുഖം കണ്ട് എല്ലാവരുടെയും മനം കുളിർത്തു. മണിമയമായ ആഭരണങ്ങളും ഭൂഷണങ്ങളുമായി രാമന് കിട്ടിയ ഉപഹാരങ്ങൾ കൊണ്ട് ഭണ്ഡാരം നിറഞ്ഞു. സീതാദേവിക്കും വിവാഹ സമ്മാനങ്ങൾ ഏറെ കിട്ടി. സ്വയം ലക്ഷ്മിയായ ദേവിക്ക് പക്ഷേ ഇതിലൊന്നും തന്നെ യാതൊരു കൗതുകവും ഇല്ല. ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ചെന്ന് റാണിമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു.
ചിരഞ്ജീവിയാകട്ടെ, സൽപുത്രന്മാരുണ്ടാകട്ടെ, സമ്പത്തുകൾ ലഭിക്കട്ടെ എന്നിങ്ങനെ അവർ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. 4 പുത്രന്മാരെയും പുത്രവധുക്കളെയും കണ്ട് ദശരഥ മഹാരാജാവിൻ്റെ മനം കുളിർത്തു. സ്വർഗത്തിൽ പുരന്ദരൻ എന്ന പോലെ ദശരഥൻ സന്തോഷത്തോടുകൂടി അയോധ്യ വാണു. ഹരേ കൃഷ്ണ. രാമായണത്തിലെ ബാലകാണ്ഡം ഭാർഗവൻ്റെ ഗർവം ശമിപ്പിച്ചതുവരെ കൊണ്ട് തീരുകയാണ്. അതിൽ ബാലകാണ്ഡത്തിൽ നമ്മൾ ശ്രീരാമചന്ദ്രൻ്റെ ജനനവും ദശരഥ മഹാരാജാവിൻ്റെ യാഗവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യവും സീതാദേവിയുടെ ജനനവും യാഗരക്ഷയും പിന്നെ അഹല്യാമോക്ഷവും താടകാവധം അങ്ങനെയുള്ള കാര്യങ്ങൾ യാഗരക്ഷയിൽ വരുന്നത്, പിന്നീടുള്ളത് അഹല്യാദേവിക്ക് മോക്ഷം കൊടുക്കുന്നത്, പിന്നീട് സീതാസ്വയംവരം, അവസാനം പരശുരാമൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നത്. ഇത്രയും ഭാഗമാണ് നമ്മൾ ബാലകാണ്ഡത്തിൽ ഉള്ളത്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് അയോധ്യാകാന്ഡമാണ്. നാളെ മുതൽ നമുക്കത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഒരു കാണ്ഡം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഥകൾ ഓരോ എഴുത്തുകാരൻ്റെയും സൃഷ്ടിക്കനുസരിച്ചിട്ട് സാഹചര്യങ്ങൾക്കും സങ്കല്പങ്ങൾക്കുമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ മുന്നിൽ പഠിച്ചിരുന്നതോ അല്ലെങ്കിൽ കേട്ടിരുന്നതിൽ നിന്നോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഞാനിപ്പോൾ പറയുമ്പോൾ ഉണ്ടാകും. കാരണം ഞാനും നിങ്ങളുമൊക്കെ തന്നെ ഈ രാമായണം നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ വഴിയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് രാമായണം നമ്മളെ വളരെ ലഘുവായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ അധ്യാത്മരാമായണത്തിന് തുഞ്ചത്തെഴുത്തച്ഛൻ കിളിയെക്കൊണ്ട്, അതായത് തത്തയെക്കൊണ്ട് കിളിയുടെ കിളിക്കൊഞ്ചൽ പോലെ അത്ര ലഘുവായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലായിട്ടും ഇതുവരെ പഠിച്ചിട്ടുള്ളതോ അതല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാർ പണ്ട് മുതലേ കേട്ടും പറഞ്ഞും തന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നുമൊക്കെ വളരെ ഡീപ്പായിട്ടാണ് വാൽമീകി തൻ്റെ രാമായണത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു 80% തന്നെ രാമചരിതമാനസത്തിൽ പകർത്തി എഴുതിയിട്ടുണ്ട്. സംസ്കൃതത്തിലാണ്. അത് നമുക്ക് അത്രയും മനസ്സിലാകില്ല. ഹിന്ദിയിലും സംസ്കൃതത്തിലുമൊക്കെ എഴുതിയിരിക്കുന്ന രാമചരിതമാനസം അത് കുറച്ചും കൂടി ഡീപ്പാണ്. ഉത്തരേന്ത്യയിലൊക്കെ അതാണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ബംഗാളിൽ കൃത്തിവാസ രാമായണമുണ്ട്. ഇതിൽ നിന്നൊക്കെ വളരെ ലഘുവായിട്ടാണ് നമുക്ക് എഴുത്തച്ഛൻ എഴുതി തന്നത്. അപ്പം പല കാര്യങ്ങളും വിട്ടുപോയി. അതുകൊണ്ട് നമ്മൾ ഇത്രയും നാളും പഠിച്ചു വന്നതിൽ നിന്നൊക്കെ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കേണ്ട. കാരണം ഞാൻ അധ്യാത്മരാമായണം മാത്രമല്ല എൻ്റെ കയ്യിലുള്ള ബുക്കെന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ കൃത്തിവാസ രാമായണമുണ്ട്, അതുപോലെ തന്നെ രാമചരിതമാനസവുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. കുറച്ചും കൂടെ ചില ഭാഗങ്ങളൊക്കെ വാൽമീകി രാമായണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള രാമചരിതമാനസത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തി, പിന്നെ കൃത്തിവാസ രാമായണത്തിലെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി, അധ്യാത്മരാമായണം എല്ലാം കൂടെ ചേർത്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില സംശയങ്ങൾ. സീതാദേവിയുടെ സ്വയംവരത്തിന് പോയ രാമൻ വില്ലെടുക്കട്ടെ എന്ന് അധ്യാത്മരാമായണത്തിൽ വസിഷ്ഠനോട് ചോദിച്ചുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൃത്തിവാസ രാമായണത്തിലും രാമചരിതമാനസത്തിലും ലക്ഷ്മണനോട് ചോദിച്ചു. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നു, ഗുരു പറഞ്ഞിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നത്, അതുകൊണ്ട് ധൈര്യമായി ചെയ്തുകൊള്ളൂ എന്ന് പറയുന്നതായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വസിഷ്ഠനോടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം രാമായണങ്ങൾ ഒരുപാടുണ്ട്. ഓരോ ദേശത്തും ഓരോ ഗ്രന്ഥകർത്താക്കളാണ് എഴുതുന്നത്. അപ്പോൾ അവർക്ക് എഴുതുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരുമെന്നാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.